ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് കാക്കനാടുള്ള ലെറ്റ്സ് ഡൈൻ റിവർവ്യൂ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മൾട്ടി ക്വിഷൻ റെസ്റ്റോറൻ്റ് ആണ്. ഫുഡും സർവീസും പോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസും സൂപ്പറാണ് കേട്ടോ. വാഷിംഗ് ഏരിയ എല്ലാം നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെനു കാർഡ് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ഗൈസ്. കാരണം ഇത്രയും വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓപ്പൺ സ്പേസിലായിട്ടാണ് കേട്ടോ ഇവർ ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫ് ടോപ്പ് ഡൈനിങ്ങും AC ഡൈനിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ആ സ്പോട്ടൊക്കെ ശരിക്കും കപ്പിൾസിനൊരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നറിനൊക്കെ പറ്റിയൊരു ഡൈനിങ് തന്നെയാണ് കേട്ടോ. ഇൻഫോ പാർക്കിനോട് അടുത്തായതുകൊണ്ട് ഒരു ടീം ലഞ്ചൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്സ്റ്റെയറിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ AC ഡൈനിങ് വരുന്നത്. ഈ സ്പേസിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവർ വ്യൂവും കൂടി കിട്ടുന്നതാണ്. ഇവരുടെ ഓപ്പൺ സ്പേസ് നൈറ്റിലാണ് കേട്ടോ അവൈലബിൾ ആവുള്ളൂ. കാരണം ഈ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്ത് ആ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈറ്റ് അല്ലേ നല്ലത്. ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്നുണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നൂൽപ്പൊറോട്ടയും അപ്പവും കുട്ടനാടൻ ഡക്കറിയും പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള നോൺ വെജ് ചട്ടിച്ചോറും ആയിരുന്നു കേട്ടോ. ഇവരുടെ നോൺ വെജ് ചട്ടിച്ചോറ് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞ ചട്ടിച്ചോറും ഡക്കറിയൊക്കെ വന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് ഫില്ലായ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് കളർഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഇവരുടെ നാടൻ ഊണും നോർത്ത് ഇന്ത്യൻ താലിയും ഉച്ചയ്ക്ക് വരുന്നവർക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന 2 ഐറ്റമാണേ. ആദ്യം തന്നെ അപ്പവും ഡക്ക് കറിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. സംഭവം നല്ല കിടലൻ തന്നെയായിരുന്നു കേട്ടോ. കൂന്തലും കൊഴുവ ഫ്രൈയും ബീഫ് ആൻഡ് ചിക്കൻ പുരട്ടിയതും ഓംലേറ്റും മീൻകറിയും അവിയലും തോരനും അച്ചാറും ചമ്മന്തിയും എല്ലാം കൂടിയിട്ടൊരു സീൻ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ചട്ടിച്ചോറ്. ചട്ടിച്ചോറിലെ ഓരോ കറിയും എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ള കൂന്തലൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. ബീഫൊക്കെ അമ്മാതിരി സോഫ്റ്റ് ആയിരുന്നു. അവസാനം ഞാൻ ഈ ബീഫും നൂൽപ്പൊറോട്ടയും കോമ്പിനേഷൻ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. സംഭവം കിടലൻ തന്നെയായിരുന്നു. ഫൈനലി ഒരു വാട്ടർമെലോൺ ജ്യൂസും ഫ്രഷ് ലൈമും കുടിച്ചിട്ട് ലഞ്ച് ഞങ്ങൾ കുശാലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആംബിയൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഓരോ ഹട്ട് പോലെയും ഇവരുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഓരോ ഹട്ടിനും പല ഡിഫറെന്റ് പേരും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ തോതിലുള്ള സെലിബ്രേഷൻസും ബർത്ത്ഡേ പാർട്ടീസും നടത്താനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഒരു 10-20 കാർ ഒരുമിച്ച് വന്ന പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. സീപോർട്ട് എയർപോർട്ട് റോഡ് വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്ക് ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റൈറ്റ് എടുത്ത് പോന്നു കഴിഞ്ഞാൽ ലെറ്റ്സ് ഡൈനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് കേട്ടോ. എൻട്രൻസിന്റെ സൈഡിൽ തന്നെയായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേ സ്റ്റേഷനും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്